മലയാള സിനിമയിൽ അഭിനയം തുടങ്ങുകയും പിന്നീട് അന്യഭാഷകളിൽ തിളങ്ങുകയും ചെയ്ത നിരവധി അഭിനേതാക്കളുണ്ട്. തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാറായ നയൻതാര മലയാളിയാണ്. വിക്രം, കീർത്തി സുരേഷ്, അങ്ങനെ എത്രയോ പേർ. അതിലൊരാളാണ് അഞ്ജു അരവിന്ദ്. ഒരുപക്ഷെ പുതുയുഗ സിനിമ പ്രേക്ഷകർക്ക് അത്ര പരിചിതമല്ലാത്ത മുഖമാകാം അഞ്ജുവിൻ്റേത്. 90കളിൽ മലയാളത്തിലും തമിഴിലും മികച്ച നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത നടിയായിരുന്നു അഞ്ജു അരവിന്ദ്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ അഞ്ജു അരവിന്ദ് ചെറുപ്പകാലം മുതൽ തന്നെ കലാരംഗത്ത് സജീവമായിരുന്നു. സ്കൂൾ കലോത്സവങ്ങളിൽ നൃത്ത ഇനങ്ങളിലും മറ്റും നിരവധി പുരസ്കാരങ്ങൾ അഞ്ജു നേടുകയും ചെയ്തു. സുധീഷ് നായകനായ ആകാശത്തേക്കൊരു കിളിവാതിൽ എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമാ ലോകത്തേക്ക് അഞ്ജു അരവിന്ദന്റെ വരവ്. എന്നാൽ സിനിമ ചിത്രീകരണത്തിന് ശേഷം വളരെ വൈകിയാണ് റിലീസ് ചെയ്തത്. കവിത എന്ന കഥാപാത്രമായിട്ടാണ് അഞ്ജു ഈ സിനിമയിൽ അഭിനയിച്ചത്. സിബി മലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന സിനിമയാണ് അഞ്ജു അരവിന്ദ് അഭിനയിച്ച് ആദ്യം റിലീസായ മലയാള ചിത്രം. സിനിമയിൽ നായകനായ സുരേഷ് ഗോപി കഥാപാത്രത്തിന്റെ സഹോദരി ഉഷ എന്ന കഥാപാത്രമായിട്ടാണ് നടി എത്തിയത്. മുകേഷും ആനിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പാർവതി പരിണയം എന്ന സിനിമയിലെ ലക്ഷ്മി എന്ന കഥാപാത്രമാണ് നടിക്ക് ആദ്യമായി പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുക്കുന്നത്. ആനിക്കൊപ്പം നായികതുല്യമായ വേഷം തന്നെയായിരുന്നു ഈ സിനിമയിൽ. കിടിലോൽ കിടിലം, സുന്ദരി നീയും സുന്ദരൻ ഞാനും തുടങ്ങിയ സിനിമകളിലും നടി പിന്നീട് അഭിനയിച്ചു. അധികം വൈകാതെ തമിഴിലും അഞ്ജു അരവിന്ദ് അരങ്ങേറ്റം കുറിച്ചു. അതും സാക്ഷാൽ ഇളയ ദളപതി വിജയിയുടെ നായികയായി. 96-ൽ പുറത്തിറങ്ങിയ പൂവേ ഉനക്കായി ആയിരുന്നു ആദ്യ തമിഴ് ചിത്രം. നന്ദിനി എന്ന നായിക കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും സിനിമ വലിയ വിജയമാവുകയും ചെയ്തു. സംഗീതയാണ് സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രമായി എത്തിയത്. വളരെ അവിചാരിതമായിട്ടാണ് അഞ്ജു അരവിന്ദ് ആ വിജയ ചിത്രത്തിൽ എത്തുന്നത്. പാർവതി പരിണയം സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയം മറ്റൊരു നടിയുടെ ഫോട്ടോയ്ക്ക് വേണ്ടിയാണ് വിജയ് സിനിമയുടെ നിർമ്മാതാക്കൾ ലൊക്കേഷനിൽ എത്തുന്നത്. അതിനൊപ്പം അവിടെ ഉണ്ടായിരുന്ന അഞ്ജു അരവിന്ദന്റെ ഫോട്ടോയും അവർ വാങ്ങി. പിന്നീട് പാർവതി പരിണയം സിനിമയുടെ ഗാന ചിത്രീകരണത്തിനായി ചെന്നൈയിൽ എത്തുമ്പോഴാണ് അഞ്ജു അരവിന്ദിനെയാണ് വിജയ് സിനിമയിൽ നായികയായി തീരുമാനിച്ചിരിക്കുന്നതെന്ന് സംവിധായകൻ അവരെ അറിയിക്കുന്നത്. പൂവേ ഉനക്കായി വിജയിച്ചതോടെ നടിക്ക് വലിയ അവസരങ്ങൾ തമിഴ് സിനിമയിൽ നിന്നും വന്നു തുടങ്ങി. അഴകിയ രാവണൻ, സ്വപ്നലോകത്തിലെ ബാലഭാസ്കരൻ, വാനരസേന തുടങ്ങിയ മലയാള സിനിമയിലും നടി അതേസമയം അഭിനയിച്ചു. ആ സിനിമയിലെ കഥാപാത്രങ്ങൾ ഇപ്പോഴും പ്രേക്ഷകരുടെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രം അരുണാചലത്തിൽ പ്രധാന കഥാപാത്രമായി പിന്നീട് നടി അഭിനയിച്ചു. അരുണാചലം എന്ന ടൈറ്റിൽ കഥാപാത്രത്തിൻ്റെ സഹോദരി അരുന്ധതിയായിട്ടാണ് അഞ്ജു ഈ സിനിമയിൽ എത്തിയത്. വിജയ്ക്കൊപ്പം വൺസ് മോർ എന്ന സിനിമയിലും നടി പിന്നീട് അഭിനയിച്ചു. മിനി സ്ക്രീൻ രംഗത്തും സജീവമായിരുന്നു അഞ്ജു അരവിന്ദ്. ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത ചന്ദ്രോദയം എന്ന സീരിയലിലെ അഞ്ജു അരവിന്ദിന്റെ കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ഓമനത്തിങ്കൾ പക്ഷി, കടമറ്റത്ത് കത്തനാർ, കസ്തൂരിമാൻ, കുടുംബവിളക്ക് തുടങ്ങിയ നിരവധി സീരിയലുകളിലും നടി അഭിനയിച്ചു. 2002-ലായിരുന്നു നടിയുടെ വിവാഹം. വിവാഹശേഷം നടി അഭിനയ ജീവിതത്തിൽ നിന്ന് ചെറിയ ഇടവേള എടുക്കുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നടി സിനിമാ അഭിനയ ജീവിതത്തിൽ സജീവമായി. നൃത്തരംഗത്തും സജീവമാണ് ഇപ്പോൾ അഞ്ജു അരവിന്ദ്. അഞ്ജു അഭിനയിച്ച സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.